ഓ, അവക്ക് ജോലിയൊക്കെ കിട്ടി. ഞാൻ ആ പൊട്ട ഞാൻ വെളിയിരിക്കണം അവൻ്റെ അടുത്ത്, എന്റെ മോൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, അവൻ്റെ അടുത്ത് പറഞ്ഞു, എടേ അവള് ജോലിക്കൊന്നും പോകേണ്ട കാര്യമില്ല, പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊന്നും അവർക്ക് ഒരു കൊച്ചുണ്ട്, ആ കൊച്ചിന്റെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ എന്ന് പറഞ്ഞപ്പോൾ അവനാണ് നിർബന്ധം. അവന് ഒരേ നിർബന്ധം, അവള് ജോലിക്ക് പോയേ പറ്റൂ. അത് ആരെ ക്ലാസ്സാണ്? അവളെ ക്ലാസ്. അവളെ വിളിച്ച് അവൻ്റെ അടുത്ത് പറയും, ചേട്ടാ ഞാൻ പോട്ടാ, ചേട്ടൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞ് സമ്മതിയില്ലെന്നും പറഞ്ഞു. അവളെ ബുദ്ധിയാണ്. അങ്ങനെയാണ് അവൾ ആരെ വിളിക്കണത്, അവനെ വിളിച്ച് സമ്മതിപ്പിച്ചു, അവൻ എന്റെ അടുത്ത് വിളിച്ചു. അങ്ങനെ ഇപ്പൊ ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ട് എന്തിനാണ് കൊച്ചു ആ ചെറുക്കൻ എന്റെ കൂടെ നിൽക്കൂല. ഞാൻ ഇനി വിളിച്ചാൽ അവ അങ്ങ് പോകും. അങ്ങനെയാണ് അവന്റെ സ്വഭാവം. എന്തിന് പറയട്ടെന്ന് പറയാം. നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ആ ചെറുക്കൻ നിൽക്കൂല. പിന്നെ രാവിലെ ആണെങ്കിൽ അവൾ കാട്ടിക്കൂട്ടി എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അങ്ങ് പോകും. ജോലിക്കൊന്നും പറഞ്ഞാൽ അവളങ്ങ് ഓടും. അത് കഴിഞ്ഞുള്ള എല്ലാ ജോലി ഞാൻ സകലമാന ജോലികൾ ഞാൻ തൂക്കണം, തുടക്കണം, എല്ലാം എന്നെ കൊണ്ടാണെങ്കിൽ പറ്റില്ല. അതിൽ കൂടെ ആ ചെറുക്കനെ നോക്കണതാണെങ്കിൽ ഏറ്റവും വലിയ ഈ ജന്മത്തിൽ ഞാൻ ഏറ്റവും പാടുള്ള ജോലി ഈ ചെറുക്കനെ നോക്കണേ. എന്തെന്ന് ഇതിനെക്കാളും എന്റെ മോളെ കൊച്ച് ചെല്ല തങ്ക കട്ടി, അവൻ എന്ത് പറഞ്ഞാലും അവൻ കേൾക്കും. ഞാൻ ഇനി മക്കളെ വന്നിരിക്കണമെന്ന് പറഞ്ഞാൽ അവൻ അവിടെ ഇരുന്നിരിക്കും. അതാണ് എന്റെ മോളെ കൊച്ച്. എവിടെയും കൂടെ വലിയ സന്താനം. അതാണ് ഇങ്ങനത്തെ ഒരു സാധനം. പറയാതിരിക്കാൻ വയ്യ. എനിക്ക്